തൃശൂരിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. വടക്കാഞ്ചേരി മംഗലം സ്വദേശികളായ 4ഉം 7ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവരുടെ വിവരങ്ങൾ നൽകാൻ ആന്റണി അനീഷ് ചേരുന്നു. അനീഷ്, ആന്റണി, എന്തൊക്കെയാണ് വിവരങ്ങൾ? മനേഷ്, 2 കുട്ടികൾ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് തൃശൂർ DMOയെ നമ്മൾ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചത്. വടക്കാഞ്ചേരി മംഗലം സ്വദേശികളായ 2 കുട്ടികൾക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 4 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കും അതുപോലെ 7 വയസ്സുള്ള ആൺകുട്ടിക്കുമാണ് ഈ അസുഖബാധ സ്ഥിരീകരിച്ചത്. എന്തായാലും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവിടെ ബോധവൽക്കരണ പരിപാടികളൊക്കെ ഇപ്പോൾ ഈ വീടും സ്ഥലമൊക്കെയുള്ള പ്രദേശത്ത് സംഘടിപ്പിച്ചു വരികയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് നേരത്തെ തന്നെ DMO അറിയിച്ചിട്ടുണ്ട്. ഇരുവരും മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണ്. കുട്ടികളുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരുടെ ആരോഗ്യനിലയും ഇപ്പോൾ വിലയിരുത്തി വരികയാണ്. എന്തായാലും വടക്കാഞ്ചേരി ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അതുപോലെ ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനമൊക്കെ ഊർജിതമാക്കി തുടരുകയാണ്. എന്തായാലും DMO മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിയിച്ചിരുന്നു. കാരണം ഈ കുട്ടികളുടെ അമ്മ വീട് വരുന്നത് തമിഴ്നാട്ടിലാണ്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വെക്കേഷൻ സമയത്തൊക്കെ ഇവർ അമ്മ വീട്ടിലായിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗ ഉറവിടം തമിഴ്നാട്ടിലാണോ അതോ ഇവരുടെ വീടിരിക്കുന്ന മംഗലം എന്ന് പറയുന്ന സ്ഥലത്താണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും ഈ വീടുള്ള പ്രദേശത്തൊക്കെ ഇപ്പോൾ ശുചീകരണ കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണോ ഇത്തരത്തിൽ രോഗബാധ ഇവർക്ക് ഏറ്റതെന്നുള്ള ഒരു കാര്യം കൂടി അതിലും കൂടി ഒരു സ്ഥിരീകരണമൊക്കെ വരുത്തേണ്ടതുണ്ട്. എന്തായാലും കുട്ടികൾക്ക് മറ്റ് ഗൗരവപ്പെട്ട ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം ആശ്വാസകരമായ കാര്യമാണ്. ആ ഒരു കാര്യമാണ് DMO പറഞ്ഞത്. എന്തായാലും നമുക്കറിയാം, ഈ മലിനമായ വെള്ളം അതുപോലെ ഭക്ഷണമൊക്കെ വയറ്റിൽ ചെല്ലുമ്പോഴാണ് ഇത്തരത്തിൽ ഈ രോഗബാധ, ഈ ഷിഗല്ല രോഗബാധ ഉണ്ടാകുന്നത്. എന്തായാലും മറ്റ് ജില്ലകളിലൊക്കെ ഇത് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ ഇപ്പോൾ ആദ്യത്തെ രോഗി കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതും. നിപ്പ ആശങ്ക ഒരു വശത്ത് നിലനിൽക്കുന്നു, ഷിഗല്ല ആശങ്ക വ്യാപിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ മേഖലയിൽ ആരോഗ്യ പ്രവർത്തകർ കടുത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. അത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെ നേതൃത്വം നൽകിയ വലിയൊരു ബോധവൽക്കരണ ക്ലാസും അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഈ മേഖലയിൽ നടന്നു വരുന്നുണ്ട്. കൂടുതൽ ഈ അസുഖം നാട്ടിൽ നിന്നാണോ കിട്ടിയതെങ്കിൽ അതുമായി വ്യാപിക്കാതിരിക്കാനുള്ള തുടർ പ്രവർത്തനങ്ങളായിട്ട് ഇപ്പോൾ ആ മേഖലയിലുള്ളവർ മുന്നോട്ട് പോവുകയാണ്. ബനേഷ്, ശരി. തൃശൂരിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.